ദ ലേഡി ഡോൺ ഓഫ് ഡ്രഗ്. എറണാകുളം പെരുമ്പാവൂരിലെ ഭായി കോളനി. അവിടുത്തെ പലചരക്ക് കട നടത്തുന്ന സെലീന. ഇവിടുത്തെ മയക്കുമരുന്ന് വ്യാപാരം പോലീസിനെയും എക്സൈസിനെയും അറിയിക്കുന്നയാൾ, അതായത് സോഴ്സ്. അങ്ങനെയാണ് നാട്ടുകാരെല്ലാം കരുതിയിരുന്നത്. പക്ഷേ വമ്പൻ സ്രാവാണ്. ഇതര സംസ്ഥാനക്കാരായ വലിയ മയക്കുമരുന്ന് ഡീലേഴ്സിന് പോലും പേടിയാണ് ഈ സെലീനയെ. ആ വമ്പൻ സ്രാവിനെ കാത്തിരുന്ന് ഇന്ന് കയ്യോടെ വലയിലാക്കി. ലഹരിക്കടത്തിൽ കുട്ടികളെ പോലും മറയാക്കിയ സെലീനയെ കൂടുതൽ ചോദ്യം ചെയ്താൽ അറിയാം അവരുടെ ലഹരിക്കടത്തിന്റെ യഥാർത്ഥ വ്യാപ്തി. ഇതര സംസ്ഥാനക്കാർ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് പെരുമ്പാവൂരിലെ കണ്ടന്തറ. ഇതിനെ പറയുന്നത് ഭായി കോളനി എന്ന് കൂടിയാണ്. ഇവിടുത്തെ പലചരക്ക് കച്ചവടം നടത്തുന്ന സ്ത്രീയാണ് സെലീന. കണ്ടാൽ 50 വയസ്സോളം തോന്നിക്കും. പക്ഷേ ഈ പലചരക്ക് കച്ചവടത്തിനപ്പുറത്തേക്ക് ഇവർ ലഹരി ഇടപാട് കൂടി നടത്തിയിരുന്നതാണ് പോലീസിനെ അതിശയിപ്പിക്കുന്നത്. നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ പാക്കിംഗ് നടക്കുന്ന ഒരു ഇതായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ അവർ ഓടി രക്ഷപ്പെട്ടു. നമുക്ക് ഇവരെ അതിനുള്ള ഒരു വീടുകളും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്ന ഇവരായിരുന്നു. കുറച്ച് നാൾക്ക് നമുക്ക് ഈ ഒരു വിവരം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇവർ ഇതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കമ്പൈൻ റെയ്ഡ് നമ്മൾ നടത്തിയതാണ്. അതിലാണ് നമുക്ക് ഈ 10 ലക്ഷം രൂപയോളം വില വരുന്ന ഹെറോയിൻ നമ്മൾ കണ്ടെടുത്തത്. പോലീസിൻ്റെ എക്സൈസിൻ്റെ ഒക്കെ ഇൻഫോമറാണെന്ന് അവർ സ്വയം ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊന്നുമല്ല. അതൊരു മറയാക്കി വെച്ചിരിക്കുകയായിരുന്നു അത് ചെയ്തത്. ഇതര സംസ്ഥാനക്കാർക്കിടയിലെ കഞ്ചാവ് കച്ചവടവും മറ്റുമൊക്കെ പോലീസിന് മുൻപാകെ പറഞ്ഞുകൊടുത്ത് പോലീസിൻ്റെ അടുപ്പക്കാരിയായി സെലീന മാറിയിരുന്നു. ഇതിനിടയിലാണ് ലഹരി കച്ചവടം സെലീന തുടങ്ങിയത്. അത് ഹെറോയിൻ കച്ചവടം. അത് ചില്ലറ ഇടപാടൊന്നുമല്ല, വലിയ ഇടപാടുകളാണ് സെലീന നടത്തിയിരുന്നത്. അതിനുപയോഗിച്ചിരുന്നതാകട്ടെ കൊച്ചു കുട്ടികളെ അടക്കം. 18 വയസ്സിന് തികയാത്ത പലവരെയും നമ്മൾ ആ മാർക്കറ്റിൽ നിന്നും ഓടിച്ചു വിടുന്ന ഒരവസ്ഥയാണ്. അവരും ഹെറോയിൻ്റെ വിൽപ്പനക്കാരാണ് നമുക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെയും ഇവർ ഇതിൻ്റെ മറവിൽ ഉപയോഗിക്കുന്നുണ്ട്. പാക്ക് ചെയ്ത് കുട്ടികളുടെ കൊടുത്തുവിടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു സങ്കേതമായിരുന്നു ഇത്. ആ സ്ത്രീയാണ് ഇവിടുത്തെ മെയിൻ BBC ചാനൽ. ഇവരാണ് ഈ ക്യാമറ വച്ചിട്ട് പോലീസ് ആരെങ്കിലും വരുമ്പോൾ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. എനിക്ക് കുറച്ച് പോലീസുകാരൊക്കെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് പുള്ളിക്കാരി പറയുന്നത്. സിവിൽ പോലീസ് ഓഫീസർ സുബീർ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നിരവധി സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെയുണ്ട്. ചെറിയ പലചരക്ക് കച്ചവടത്തിൻ്റെ മറവിൽ സെലീന നടത്തിയ ലഹരി ഇടപാടിലൂടെ ലക്ഷങ്ങളുടെ സമ്പാദ്യമാണ് ഉണ്ടായത്. ഒടുവിൽ ഈ പണം എണ്ണാൻ നോട്ടെണ്ണുന്ന യന്ത്രത്തിൻ്റെ സഹായം പോലും തേടേണ്ടി വന്നു. അവിടെ നിന്ന് പോലീസ് കണ്ടെടുത്തത് 9,33,500 രൂപയും ഒരു നോട്ടെണ്ണുന്ന യന്ത്രവുമാണ്. നമ്മൾ ഇപ്പോൾ 10 ലക്ഷം രൂപയോളമുള്ള ഹെറോയിനാണ് ഇപ്പോൾ നമ്മൾ പിടികൂടിയിരിക്കുന്നത്. അതുകൂടാതെ അവർ വിറ്റ വകയിൽ 9,30,000 രൂപ കൂടി നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട്. അതോടൊപ്പം നോട്ട് എണ്ണുന്ന മെഷീനുകളൊക്കെ നമ്മൾ ഇവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. നമ്മൾ കമ്പൈൻഡ് റെയ്ഡ് ഇപ്പോൾ NCB കൊച്ചി യൂണിറ്റുമായിട്ട് ചേർന്ന് എക്സൈസുമായിട്ട് ചേർന്നിട്ടുള്ള കമ്പൈൻഡ് റെയ്ഡ് ആയിരുന്നു രാവിലെ നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തത്. സെലീനയുടെ ലഹരിക്കച്ചവടം വളർന്നതോടെ പ്രദേശവാസികളായ ആളുകൾക്കും അതോടൊപ്പം തന്നെ അവിടെ താമസിക്കുന്ന ഇതര സംസ്ഥാനക്കാർക്ക് പോലും സെലീനയെ പേടിയായി. പലരെയും സെലീനയുടെ കച്ചവടക്കാരായിട്ടുള്ള ഇതര സംസ്ഥാനക്കാരെ കൊണ്ട് ഇവരെ മർദ്ദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അങ്ങനെ വലിയൊരു ഡോണായി സെലീന അവിടെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് പോലീസിനും എക്സൈസിനുമൊക്കെ ഇത്തരത്തിൽ സെലീനയാണ് ഇതിൻ്റെ വിതരണക്കാരി എന്ന സൂചന ലഭിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇന്ന് നടത്തിയ റെയ്ഡും പിന്നീടുള്ള അറസ്റ്റും. അസമിൽ നിന്നാണ് കൂടുതലായിട്ടും ബൾക്കായിട്ട് കൊണ്ടുവരുന്നത്. അത് ഇങ്ങനെ ഒരു മലയാളിയുടെ വീട് കേന്ദ്രീകരിച്ച് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു ഇപ്പോൾ ഉണ്ടായത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് അത് കൊണ്ടുവരുന്നതും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ സെയിലും എല്ലാം തന്നെ അവർ തന്നെയാണ്. പക്ഷേ അതിനൊരു ഒളിത്താവളം എന്നുള്ള രീതിയിലാണ് ഇത് ഇത്രനാളും പ്രവർത്തിച്ചിരുന്നത്.
ലഹരി ഇടപാടുകളിൽ പോലീസിൻ്റെ ഇൻഫോമർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സെലീന ഇവിടെ കച്ചവടം നടത്തിയിരുന്നത്. അതിന് മറയാക്കിയിരുന്നതാകട്ടെ ഈ കാണുന്ന കടയും. ഈ കാണുന്ന കടയിൽ വെച്ചിരിക്കുന്ന CCTVയിൽ കൃത്യമായി ഇവിടെ വരുന്ന ആളുകളെ അടക്കം സെലീന നിരീക്ഷിക്കുമായിരുന്നു. സെലീനയ്ക്ക് പിന്തുണയായി പല ഉദ്യോഗസ്ഥരുമുണ്ട് എന്നാണ് നാട്ടുകാരുടെയും മറ്റുമൊക്കെ ഭാഷ്യം. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.